ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്താണെന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി തലേന്ന് രാവിലെ തന്നെ 2 കപ്പ് അരിയും 3/4 കപ്പ് ഉഴുന്നും 1 ടേബിൾ സ്പൂൺ ഉലുവയും വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പൊങ്ങി കിട്ടുകയുള്ളൂ, നല്ല രീതിയിൽ കുതിർന്ന് കിട്ടുകയുള്ളൂ. അങ്ങനെ ഞാൻ വെള്ളത്തിലിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് കുളഞ്ഞതിന് ശേഷം ഞാനിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറേശ്ശെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് കുക്കർ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ
ദോശ ഉണ്ടാക്കാനുള്ള മാവ് ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഇളക്കി വെച്ചതിന് ശേഷം ഞാൻ ഇന്നലെ റൈസ് കുക്കറിൽ വെച്ചിരുന്ന അരി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിനി മാറ്റി ഒന്ന് തിളപ്പിക്കാനായിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വേറൊരു അടുപ്പിൽ തന്നെ ആ സമയം തന്നെ ഞാൻ ദോശ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ കടുക് വറുത്തത് നമുക്ക് നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കടുക് പൊട്ടിച്ചത് നമ്മൾ ഈ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി ഇവിടെ തയ്യാറായി. അതിന് ശേഷം ഞാൻ മക്കൾക്ക് കഴിക്കാനുള്ള ദോശയും കടലക്കറിയും കൂടെ മക്കൾക്ക് കൊടുത്തു. അവർ കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള തോരനൊന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിന്ന് തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു കഴുകിയതിന് ശേഷം ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നത് ഒരു ഗ്രേറ്റർ വെച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് പിന്നെ ഞാനൊരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് കൈകൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് ഞെരടി എടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേണേൽ ഒന്ന് ഞെരടി എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഞെരടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു തുള്ളി വെള്ളം കൂടെ വെച്ച് നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളം മതി കേട്ടോ. അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സാധനമാണ് ബീറ്റ്റൂട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരല്പം വെള്ളം വെച്ചതേ ഉള്ളൂ, അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അതിനോടൊപ്പം തന്നെ ഞാൻ അല്പം കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു പാത്രം വെച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തോരൻ നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ബീറ്റ്റൂട്ട് തോരൻ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ വെച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഞാൻ ചെയ്തത് മുട്ട പൊരിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ 2 സവാള എടുത്ത് ചെറിയ 2 സവാള എടുത്ത് അരിഞ്ഞ് അത് ഇഞ്ചിയും ഉപ്പും മുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാനൊന്ന് ചൂടായതിന് ശേഷം ഇത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊഴിച്ച് ഒന്ന് ഏകദേശം ഒരു വെന്ത് വരുമ്പോഴത്തേന് പകുതി കൂടുതലൊന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ പൊരിച്ച് കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് ചോറൊക്കെ പാത്രത്തിലൊക്കെ ആക്കി അവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേയും ബൈ. താങ്ക് യു.